ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്ഗു ചാനൽ. സായി പല്ലവി, ജുനൈദ് ഖാൻ എന്നിവർ പ്രധാന വേഷങ്ങളിലായി എത്തിയ പുതിയ ഹിന്ദി ചലച്ചിത്രമാണ് ഏക് ദിൻ, ഒരു ദിവസം. ഈ സിനിമയുടെ പേര് കേട്ടപ്പോൾ തന്നെ ഈ സിനിമയുടെ എവിടെയോ ഞാൻ കേട്ടതുപോലെ ഈ സിനിമയുടെ പേര് എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. ആ സിനിമ ഞാൻ കണ്ടു. സിനിമ പറയുന്നത് ഒരു ദിവസം തന്നെ കാമുകിയുമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു കാമുകിയുമായിട്ട് ഒരു ദിവസം എന്ത് നടക്കുന്നു എന്നുള്ള ഒരു സന്ദർഭങ്ങളൊക്കെ ഉന്നയിച്ചുള്ള ഒരു സിനിമയാണ്. സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ സിനിമ തായ് ഒരു സിനിമയുണ്ടായിരുന്നു, ഒണ്ടേ, അതായത് തായ് ലാംഗ്വേജിലെ ഒണ്ടേ എന്നുള്ള ഒരു സിനിമയുണ്ട്. ആ സിനിമയുടെ അതേ പകർപ്പാണ്, റീമേക്കാണ് ഏക് ദിൻ, ഒണ്ടേ ഏക് ദിൻ. ഇതൊരു ഹിന്ദി ചിത്രമാണ്. സായ് പല്ലവിയാണ് നായികയായിട്ടെത്തുന്നത്, ജുനൈദ് ഖാനാണ് നായകനായെത്തുന്നത്. ജുനൈദ് ഖാൻ അമീർ ഖാൻ്റെ മകൻ ആണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇതാണ് ഞാൻ ഇടയ്ക്ക് ഒരു റീലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അമീർ ഖാൻ തൻ്റെ മകൻ്റെ അഭിനയം കണ്ടൊക്കെ കരയുന്നു എന്നുള്ള ഒരു റീലൊക്കെ വന്നത്, അത് ഇതായിരുന്നു എന്ന് ഇപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമ ഇത് തന്നെയാണ്, നമ്മൾ സെയിം സാധനം തന്നെയാണ്, റീമേക്ക് പടം തന്നെയാണ്. അതായത് കാമുകിയും കാമുകനുമായിട്ട് ഒരു ദിവസം എന്ത് സംഭവിക്കുന്നു എന്നുള്ള ഒരു കാര്യങ്ങളായിട്ട് ചുറ്റിപ്പറ്റിയുള്ളതാണ് ഈ സിനിമ പറയുന്നത്. അതായത് ഒരു വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു ഓക്കേഡായ, ഒരു ഇൻട്രോവേർട്ടായ ഒരു പുരുഷൻ, അതായത് ആരോടും സംസാരിക്കാത്ത, ആരുമായിട്ട് മിങ്കിൾ ചെയ്യാത്ത ഒരു പക്ക ഇൻട്രോവേർട്ടായ ഒരാൾക്ക് ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഓഫീസിലെ പറന്ന് നടക്കുന്ന ഒരു പെൺകുട്ടി, എല്ലാവരോടും സംസാരിച്ച് എക്സ്ട്രോവേർട്ടായ ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു ഇഷ്ടം തോന്നുന്നു. ബട്ട് അവനത് പറയാൻ പറ്റില്ല, ഒരു പേടിയുണ്ട്. കാരണം ഇവൻ ലോക ഇൻട്രോവേർട്ടാണ്, ഇവളാണെങ്കിൽ ലോക എക്സ്ട്രോവേർട്ട്. ആ വൺ ഡേ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ സന്ദർഭങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഒരു ടിപ്പിക്കലായിട്ട് വരുന്ന ഇവരൊരു ഈ കമ്പനിക്ക് ഒരു ട്രിപ്പ് പോകുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ട്രിപ്പിന് ഒരു ദിവസം ലഭിക്കുന്നു. അതുമായിട്ട് ഇവൾക്ക് ഈ ഒരു എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഫാൻറ്റസിയും സംഭവങ്ങളൊക്കെ ഈ സിനിമയിൽ വരുന്നുള്ളൂ. ആ സിനിമയിൽ കണ്ടതുപോലെ തന്നെയാണ് മറവി, ചെറിയൊരു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ രണ്ടുപേരും ലവേഴ്സ് ആയിട്ട് ഒരു നാൾ കഴിയുന്നു. നിങ്ങൾ ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും, ഒരു ലവേഴ്സ് ആയിട്ട് ഒരു നാൾ, അതാണ് വൺ ഡേ, ഇവർ തമ്മിൽ ഒരു ദിവസമായിട്ട് കഴിയുന്നു. അപ്പോൾ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ അവർ തമ്മിലുള്ള ഒരു ക്യൂട്ട് മൊമെന്റ്സും ലവ് മൊമെന്റ്സും അഫക്ഷൻസും പിന്നെ ആ ഒരു ജേണിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പടം, ഒരു കൊച്ചു സ്വീറ്റ് പടം. ആ പടം കണ്ടതുപോലെ തന്നെയാണ് ഈ പടം എനിക്ക് ഫീൽ ആയത്. ബട്ട് അത്രയ്ക്കും ഒരു വൺ എഫക്റ്റ് അല്ലെങ്കിൽ അത്രയ്ക്കും കണക്ഷൻ എനിക്ക് തോന്നിയില്ല. ബട്ട് എന്നിരുന്നാലും കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഒരു സിമ്പിളായിട്ട് ആ മ്യൂസിക് ആയിരുന്നാലും, ആ ഒരു ജേണി ആയിരുന്നാലും, ആ ഒരു ആക്ടിങ് സ്കില്ലായിരുന്നാലും. ഇപ്പോൾ സാധാരണ നമ്മൾ ഹിന്ദി നടന്മാരെയൊക്കെ കാണിക്കുമ്പോൾ തുടക്കം തന്നെ ഒരു വലിയ മാസ് അപ്പീലൊക്കെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇത് പയ്യെ ഇങ്ങനെയൊന്നുമല്ല നടന്മാരെ കാണിക്കുന്നത്, എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ജുനൈദ് ഖാനെ പോലെ വളരെ സിമ്പിളായിട്ട് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ. അതായത് നമ്മൾ നോർമൽ ക്ലീഷേ ഹിന്ദി ഫിലിംസിൽ കണ്ടുവരുന്ന സാധനങ്ങൾ ഇല്ലാതെ മാറി ഒരു ഡിഫറെൻ്റ് അപ്രോച്ച്, അതായത് നമ്മൾ എക്സ്പെക്ടേഷൻസിന് തിരിച്ചൊരു ഡിഫറെൻ്റ് അപ്രോച്ചബിളായിട്ട് അവർ ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. പിന്നെ അതിൽ കുറച്ച് ചെറിയ തമാശകളും കാര്യങ്ങളും ഫീലിങ്സും കാര്യങ്ങളും ഉണ്ട്. സെയിം സിനിമ തന്നെയാണ്, റീമേക്ക് വൺ ഡേ ഏക് ദിൻ ആക്കി വെച്ചിരിക്കുന്നു. അത് രണ്ടും തമ്മിലൊരു ഡിഫറൻസ് തോന്നുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വൺ ഡേ തന്നെയാണ് ബെറ്റർ എന്ന് പറയും. ബട്ട് ഇതൊരു റീമേക്ക് പടമാണ്, എന്നിട്ട് ബോറൊന്നുമില്ല. പിന്നെ വൻ പടമാണ്, പോയി കണ്ട് നിങ്ങൾക്ക് മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി കണ്ടേ പറ്റുമെന്നൊന്നും പറയാനൊന്നും ഞാനില്ല. നിങ്ങൾക്ക് സമയം പോകാനും ഒരു ടൈം പാസൊക്കെ സമയം ഉണ്ടെങ്കിൽ പോയി കണ്ടോളൂ, കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള, സ്വീറ്റായിട്ടുള്ള, ലവ് ആയിട്ടുള്ള, റൊമാൻസ് ആയിട്ടുള്ള ഒരു ചെറിയൊരു കൊച്ചു ഡ്രാമ. അതായത് ഈ ഒരു നാളിൽ എന്ത് സംഭവിക്കുന്നു, അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ നടക്കുന്നു, അവൻ എങ്ങനെയൊക്കെ അത് എക്സ്പ്രസ് ചെയ്യുന്നു, അതൊക്കെ ആയിട്ടുള്ള ഒരു കൊച്ചു റൊമാൻറ്റിക് സിനിമയാണ് ഏക് ദിൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോയി, ഞാൻ ഒരുപാട് നിങ്ങൾ കണ്ടേ പറ്റൂ അതുപോലത്തെ ഒരു പടമൊന്നും ഇല്ല എന്നൊക്കെ പറയില്ല. നിങ്ങൾ ടൈമുണ്ട്, കുറച്ച് സമയമുണ്ട്, അല്ലെങ്കിൽ വേറെ ബോറടിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റുന്നൊരു സിനിമയുണ്ട്. ചുമ്മാ കണ്ടുകൊണ്ട് വരാം. ഒരു നൈസായിട്ടുള്ള, ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു കൊച്ചു റൊമാൻറ്റിക് ലവ് പടം, ഒരു റീമേക്ക് പടം, വൺ ഡേയുടെ ഇവിടെ ഏക് ദിൻ.